ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയായ അപരാജിത ബാനർജിയുമായുള്ള അഭിമുഖം കേൾക്കാം. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ജനിച്ചു വളർന്ന അപരാജിത ബംഗാളിയാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ആകാശവാണിയുടെ എ ഗ്രേഡ് ആർട്ടിസ്റ്റായ അപരാജിത കഴിഞ്ഞ 29 വർഷമായി കേരളത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു വരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കർമ്മമണ്ഡലം കേരളമാണ്. അപരാജിതയുമായി സംസാരിക്കുന്നത് ഐശ്വര്യ. ചലച്ചിത്ര ഗാനങ്ങളൊക്കെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അതെ. മലയാളം പാട്ടുകൾ കേൾക്കാറുണ്ടോ, പാടാറുണ്ടോ? കേൾക്കാറുണ്ട്, പാടാറ് വളരെ കുറവാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളത് കുറേ പാട്ടുണ്ട്. ഹിന്ദുസ്ഥാനി ഉപയോഗിച്ചിട്ടുള്ള മലയാളം പാട്ടുകൾ ഉണ്ട്. MS ബാബുരാജിന്റെ പാട്ടുകളൊക്കെ ആ തരത്തിൽ വരുന്നതാണ്. ആ പാട്ടിൽ ഏതെങ്കിലും ഒന്ന് പാടാമോ? എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയും അത്. ഒരു പുഷ്പം മാത്രമേ ലാ 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 രേ രേ ലാ ലാ ലാ. ജോൺസൺ മാസ്റ്ററിനെ യമൻ രാഗ്, കല്യാണി ജോൺസൺ മാസ്റ്ററിന് ഒരു സ്പെഷ്യൽ ഒരു കോമ്പോസിഷനാണ്. അനുരാഗിനി നനാരേ ലനനാ നനാ 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 ഐ ലവ് ദിസ് കോമ്പോസിഷൻ. സോ അങ്ങനെ എല്ലാവർക്കും മീൻസ് ഞാൻ ഈ 2 പേര് മാത്രം പറഞ്ഞതേ ഉള്ളൂ. ബംഗാളി മലയാളി കണക്ഷൻ പറയുമ്പോൾ നമുക്ക് സലിൽ ചൗധരിയെ പറയാതെ പോകാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ബംഗാളിയിലുള്ള പാട്ടുകളും ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടാകും. ഇതുപോലെ മലയാളത്തിലുള്ള പാട്ടുകളും കേട്ടിട്ടുണ്ടാവും. അതിനെ കുറിച്ചുകൂടി ഒന്ന് പറയാം. ബംഗ്ലാ പാടാം. യു ക്യാൻ ടെൽ മി ദ. ശരി, ശ്രമിച്ചു. വിച്ച് വൺ ഈസ് ദ മലയാളം? এ দেশ আমারে দেশ, এই মাটিতে জন্মেছি মা, জীবন মরণ তোমার চরণ দুটি দামা. তুমি 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 തുള്ളാൽ വായോ ലാ 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 ലാ. സംഗീത സംവിധായകരെ കുറിച്ച് പറഞ്ഞു. ഇഷ്ടമുള്ള ഗായകർ ആരൊക്കെയാണ്? ഹിന്ദുസ്ഥാനി ക്ലാസിക്കലിൽ സ്റ്റാർട്ട്സ് ഫ്രം ബഡേ ഗുലാം അലി ഖാൻ, കൊച്ചു വയസ്സ് മുതൽ നസാഖത്ത് അലി, സലാമത്ത് അലി, അവരൊക്കെയാണ് കൊച്ചു വയസ്സ് മുതൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ സമയം പറഞ്ഞ നമ്മുടെ വലിയ ലോസായി ഉസ്താദ് റാഷിദ് ഖാൻ. റാഷിദ് ഖാൻ സാറിനെ പാട്ട് ലൈക്ക് ഒരു ക്രീമാണ്. എല്ലാ ഘറാനസിൻ്റെ ഒരു ക്രീമായിട്ടാണ് റാഷിദ് ഖാൻ സാറിന് പാട്ട് നമ്മൾ കേൾക്കാറുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മുടെ ഈ ഘറാന പറഞ്ഞത് കാര്യം എന്താണ്? ബേസിക് വിൽ ബി സെയിം ഈച്ച് ആൻഡ് എവറി ഘറാന. ഹിന്ദുസ്ഥാനി ഘറാന പറഞ്ഞ ഒരു സ്ഥലമിന് അവിടെ ഡെവലപ്പ് ചെയ്ത സ്റ്റൈൽ, ആ സ്ഥലമിന് ഉള്ളത് പാരമ്പരികമായ ഉള്ളത് ഒരു മ്യൂസിക് സ്റ്റൈൽ ഉണ്ടായിരിക്കും. ഹിന്ദുസ്ഥാനി സംഗീതം ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിനും ഒരു ട്രഡീഷണൽ സ്റ്റൈൽ കൂടെ ചേർത്ത് അതിന് ഒരു ഇൻഫ്ലുവൻസ് ആ സ്റ്റൈലിൽ കാണും. അപ്പോൾ രാജസ്ഥാനിന് പറഞ്ഞ സ്റ്റൈൽ ഓഫ് സിംഗിങ് ഈസ് വെരി ഫാസ്റ്റർ, വക്ര സ്റ്റൈലാണ്. UP സ്റ്റൈൽ പറഞ്ഞ കുറച്ച് റൊമാൻറ്റിസിസം കൂടുതലാണ്, ഒരു ഓപ്പൺനെസ് ഉണ്ട്. ഗ്വാലിയർ ആണ് വളരെ ഗാംഭീര്യമായ ഒരു സ്റ്റൈലാണ്. ഓരോരോ സ്ഥലമിൽ അവിടുത്തെ റീജിയണൽ ഇത് ഇൻഫ്ലുവൻസ് ആയി. പിന്നെ ആരെയാണ് അത് ഡെവലപ്പ് ചെയ്തത്, അവർക്ക് സ്വന്തം ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് എല്ലാം ചേർത്താണ് ഒരു സ്റ്റൈൽ ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ എല്ലാ ഘറാന നമ്മൾ പറഞ്ഞ ബേസിക് സ്വരരചന, ബേസിക് പ്രാക്ടീസ്, നമ്മുടെ വോയിസ് യൂസ് ചെയ്യാൻ രീതി, പിന്നെ താളം വിളമ്പിത്തായാലും ദ്രുതായാലും അതിനെ പഠിപ്പിക്കാൻ രീതി, ബേസിക് എല്ലാത്തിലും അത് സെയിം ആണ്. ഫൈൻ നമ്മൾ ചെയ്യുമ്പോഴേ അതിന് ഒരു ടിപ്പിക്കൽ സ്റ്റൈൽ വന്നുകൊണ്ടിരിക്കും. പിന്നെ ആ ഗുരുവിനെ ഇൻഫ്ലുവൻസ് കൂടുതൽ കാലം ദന്ത ഘറാന. കാരണം ഇത് ഗുരുമുഖ്യ വിദ്യ അല്ലേ. സംഗീതം മൊത്തം ഒരു ഗുരുമുഖ്യ വിദ്യയാണ്. നമ്മുടെ എഴുതിയിട്ട് എത്ര നൊട്ടേഷൻ എഴുതിയാ എത്ര ആയാലും നമ്മുടെ ഫ്രണ്ടിലെ ഗുരു പാടുന്നത് സ്റ്റൈലാണ് നമ്മൾ ഫസ്റ്റ് ക്യാപ്ചർ ചെയ്യുന്നത്. കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി, അതിനുശേഷം സ്വന്തമായിട്ട് സ്ഥാപനം
സ്ഥാപനം തുടങ്ങാം കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് എന്ന് തീരുമാനം എടുക്കുന്നതും തുടങ്ങുന്നതും ഒക്കെ എപ്പോഴാണ്? 2008 വരെ റെന്റഡ് ഹൗസിലായിരുന്നു. പിന്നെയാണ് സ്വന്തം വീടൊക്കെ വെച്ചു. അതിന് മുന്നേ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ സ്വന്തം വീട്ടിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്തെങ്കിലും തുടങ്ങാൻ അത്ര കറേജ് എനിക്കില്ലായിരുന്നു. വീട് വെച്ച ശേഷമാണ് അത് തീരുമാനിച്ചു. 2008 എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സ്ഥാപനം ചെയ്തത്. ഞാൻ പഠിപ്പിക്കുന്നത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മെയിൻ ആണ്. പക്ഷെ അതിന് കൂടെ നോർത്ത് ഇന്ത്യൻ ഉള്ളത് രവീന്ദ്ര സംഗീത് ആയാലും പിന്നെ ലൈറ്റ് മ്യൂസിക് ആയാലും ഭജൻ ആയാലും ഗീത് ആയാലും ഗസൽ ആയാലും എല്ലാത്തിലും ഞാൻ എൻ്റെ കീഴിൽ പഠിക്കുന്ന ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ പഠിക്കുന്ന കുട്ടികൾക്ക് പിന്നെ ഞാൻ ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യും. 8 വർഷം 10 വർഷം ഹിന്ദുസ്ഥാനി പഠിച്ചു പറഞ്ഞിട്ട് ഒരു കുട്ടി പുറത്തു പോയാൽ അവർക്ക് ഭജൻ അറിഞ്ഞൂടാ, ഗസൽ അറിഞ്ഞൂടാ, പിന്നെ രവീന്ദ്ര സംഗീത് അറിഞ്ഞൂടാ പറഞ്ഞാൽ അത് ഗുരുവിന് നെഗറ്റീവ് പോയിന്റ് ആണ്. ഇതിനൊക്കെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രവും കൂടെ മനസ്സിലാക്കുമ്പോഴേ അത് പൂർണ്ണമായിട്ടും നമുക്ക് കേൾക്കുന്നവരിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഈ രവീന്ദ്ര സംഗീതമൊക്കെ പഠിപ്പിക്കുമ്പോഴും പിന്നീട് കുട്ടികൾ പെർഫോം ചെയ്യുമ്പോഴും ഒക്കെ അതിലൊരു തൃപ്തി തോന്നാറുണ്ടായിരുന്നോ? ഡെഫിനറ്റ്ലി. ഒരു കുട്ടി ഏത് വയസ്സായാലും അവര് നമ്മൾ പറഞ്ഞത് മീനിങ് അനുസരിച്ച് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ചെയ്ത് ആ ഭാവത്തിൽ ഒരു പാട്ട് പാടുന്നുണ്ടെങ്കിൽ, ഞാൻ പാടിയത് ശരി, കാരണം എനിക്കറിയാം സ്റ്റുഡൻറ്റിന് ഒന്നും അറിഞ്ഞൂടാ, പക്ഷെ അവര് മനസ്സിലാക്കി അത് അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് പഠിച്ചിട്ട് പാടുമ്പോഴേ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ സ്വന്തം പാടിത്തന്നെ എനിക്ക് കിട്ടാറില്ല. അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടാൻ തുടങ്ങിയ ശേഷമാണ് ഞാൻ പഠിപ്പിക്കാൻ ഇതിൽ ഒരു സ്റ്റുഡൻറ്റിന് സ്റ്റൈൽ മനസ്സിലാക്കി, അവർക്ക് വോയിസിന് സ്റ്റൈൽ മനസ്സിലാക്കി, അവർക്ക് അങ്ങനെയാണ് പഠിപ്പിക്കാൻ തുടങ്ങിയത്. നമുക്കൊരു രവീന്ദ്ര സംഗീതം പാടിത്തരാമോ? যদি তোর ডাক শুনে কেউ না আসে তবে একলা চলো রে, যদি তোর ডাক শুনে কেউ না আসে তবে একলা চলো রে, একলা চলো একলা চলো একলা চলো একলা চলো রে, তবে একলা চলো একলা চলো একলা চলো একলা চলো রে, যদি তোর ডাক শুনে কেউ না আসে তবে একলা ചൊല്ലോ രെ. നമ്മുടെ സത്യപഥത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം നമുക്കറിയാം ദാറ്റ് വി ആർ ഇൻ പാത്ത് ഓഫ് ട്രൂത്ത്. ആ ഒരു സമയം വിളിച്ച ശേഷം തന്നെ ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ നമുക്ക് പോകണം. പാരമ്പര്യത്തിൽ തന്നെ നിൽക്കുമ്പോഴും പുതിയ പരീക്ഷണങ്ങൾ നടത്തണം എന്ന് തന്നെയാണ് ആശയം. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണോ പ്രത്യേക ശ്രദ്ധ വേണ്ട കുട്ടികൾ, ഓട്ടിസമുള്ള കുട്ടികൾ, പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികൾ, അവർക്കൊക്കെ മ്യൂസിക് തെറാപ്പി നൽകാൻ തീരുമാനിക്കുന്നതും അങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നതും? ഞാൻ ആക്ച്വലി എൻ്റെ മൂത്ത മോന് കൊച്ച് വയസ്സുള്ളത് സമയം ഒരു വർക്ക്ഷോപ്പിനാണ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ സ്പെഷ്യൽ ചിൽഡ്രൻ കുറെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോലത്തെ കുട്ടികൾക്ക് കണ്ട ശേഷം ആ സമയം തന്നെ തോന്നിയത് സംഗീതം വെച്ച് നമുക്ക് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഒരു സൈഡിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ഈ ലൈഫിൽ ഞാൻ എന്തെങ്കിലും അതിന് വേണ്ടി ചെയ്യും. എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു സ്വസ്ഥ ഒരു ഹെൽത്തി ചൈൽഡാണ്. എന്തെങ്കിലും പ്രശ്നം വെച്ചാൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഇങ്ങനെ പോലത്തെ പ്രശ്നം വന്നു പോയാൽ നമ്മുടെ സൊസൈറ്റിക്ക് അകത്ത് അവർക്ക് ഒരു മുഖ്യധാര മീൻസ് ഒരു മെയിൻ സ്ട്രീമിനെ കൊണ്ടുവരാൻ ഡ്യൂട്ടി നമ്മുടെ എല്ലാവർക്കും ഉണ്ട്. ആ ഒരു കറേജ് വേണം, ആഗ്രഹം വേണം. കൗൺസിലിംഗ് ചെയ്യാനേ ഒരു സ്റ്റൈലാണ് നമുക്ക് പഠിക്കണം. നമ്മുടെ കുട്ടീനെ കൂടെ ഒരു കുട്ടിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് അറ്റൻഷൻ കുറവുണ്ടെങ്കിൽ, അവർക്ക് സ്പീച്ചിന് പ്രശ്നമുണ്ടെങ്കിൽ മ്യൂസിക് വെച്ച് സ്പീച്ച് കറക്റ്റ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ട്യൂൺ ഓർമ്മ കാണും. അപ്പോൾ ട്യൂൺ നമ്മുടെ ഓർമ്മിച്ചാൽ ഓട്ടോമാറ്റിക്കലി സ്പീച്ച് പറയാൻ ഒരു ആഗ്രഹം കുട്ടികൾക്ക് കാണും. പലപ്പോഴും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് സംഗീതത്തോട് ഒരു പ്രത്യേക താല്പര്യവും കാണാം. ഉണ്ട്. അത് ഒരു സ്പെഷ്യൽ ചിൽഡ്രൻ അതുണ്ട്. അത് ഡൗൺ സിൻഡ്രോം ഉള്ളത് കുട്ടികൾക്ക്, ഓട്ടിസം ആൻഡ് ID ഓൾസോ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, അവർക്ക് തന്നെ ഈ മ്യൂസിക്കെ പറ്റി ഒരു ആഗ്രഹമുണ്ട്. അവർക്ക് മനസ്സിലാക്കും. ഓട്ടിസം ഉള്ളത് കുട്ടിക്ക് അവർക്ക് സൗണ്ട് വളരെ നന്നായിട്ട് മനസ്സിലാവും. നാദം, വോയിസിന് ഒരു പ്രൊജക്ഷൻ ഉണ്ടല്ലോ, അത് വളരെ നന്നായിട്ട് നമ്മുടെ ഉറച്ച് പറഞ്ഞാൽ അവരെ പേടിക്കും. നമ്മുടെ സോഫ്റ്റ്ലി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കും. അത് നമ്മുടെ ട്യൂണിൽ പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. ആ രീതിയിലാണ് ഞാൻ ഈ കാര്യം തുടങ്ങിയത്. ഇപ്പോൾ ടോട്ടലി അറ്റൻഷൻ സ്പാൻ കൂട്ടാൻ വേണ്ടി സ്പീച്ച് ഇല്ലാത്ത കുട്ടികൾക്ക് സ്പീച്ച് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു റിസർച്ച് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ഫലം എന്തെങ്കിലും ഫലം നന്നായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നു. കാരണം വളരെ ഹൈപ്പറായിട്ട് ഓട്ടിസം കുട്ടികളുണ്ടായിരുന്നു. അവർ പിന്നെ അത്ര വാശി പിടിച്ച കുട്ടികളായിരുന്നു. സൗണ്ട് ഉണ്ട് പക്ഷെ വാക്കില്ല. ഞാൻ 40 days ആയിട്ടാണ് ഇങ്ങനെ കൗൺസിലിംഗ് തെറപ്പിയാണ് കൊടുക്കുന്നത്. തെറപ്പി കൊടുക്കുന്ന മീൻസ് ഈ പാട്ട് പഠിപ്പിക്കുന്നില്ല. ഈ പാട്ട് കേട്ട് കുട്ടിക്ക് എന്താണ് മനസ്സിന് വരുന്നത്, ആ കുട്ടിക്ക് കുറച്ച് നമുക്ക് ഒരു കൺട്രോളിന് കൊണ്ടുവരാൻ
അവർക്ക് മാനസികമായ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയാണ്. അത് കിട്ടിയ ശേഷം മാത്രം ആ കുട്ടീനെ അറ്റൻഷൻ വരുള്ളൂ. ആ കുട്ടിക്ക് സ്ട്രെസ്സിനെ മാറ്റി ഒരു കാര്യത്തിൽ കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് മ്യൂസിക്കിന് യൂസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് ആഘോഷങ്ങളുള്ള സ്ഥലത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. ബംഗാളിലായാലും ഛത്തീസ്ഗഡിലായാലും ഒക്കെ ആഘോഷങ്ങളാണ്. കേരളത്തിലും ആഘോഷങ്ങൾക്ക് കുറവില്ല. എൻ്റെ സെലിബ്രേഷൻ ആണ് ഡെയിലി പഠിപ്പിക്കണം, റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകണം. ഡെയിലി ഒരു പുതിയ ചിന്ത, ഒരു കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ, എന്തെങ്കിലും പുതിയ പഠിക്കാൻ, ആ ഒരു ആഗ്രഹം. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയായ അപരാജിത ബാനർജിയുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. അപരാജിതയുമായി സംസാരിച്ചത് ഐശ്വര്യ. ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.